എന്നതിൻ്റെ ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു സാധാരണ ഡയോഡ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സാധാരണ ഡയോഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ LED സാധാരണ ഡയോഡ് കണക്ട് ചെയ്യുന്ന പോലെ ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ LED ബൾബിൽ നിന്ന് ലൈറ്റ് ഉണ്ടാവും. ഇതിന് കാരണം രണ്ട് തരത്തിലുള്ള സെമി കണ്ടക്ടറാണ് LED ബൾബിൽ ഉൾക്കൊള്ളുന്നത്. ഒന്ന് N ടൈപ്പ്, ഒന്ന് P ടൈപ്പും. അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഇമ്പ്യൂരിറ്റികൾ കൂട്ടിച്ചേർത്താണ് LED. ഒരു ഇമ്പ്യൂരിറ്റിയിൽ നിന്ന് അടുത്ത ഇമ്പ്യൂരിറ്റിയിലേക്ക് ഇലക്ട്രോൺസ് കടന്നു പോകുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ എനർജി കുറയും. അങ്ങനെ കുറയുന്ന എനർജി ലൈറ്റായിട്ട് എമിറ്റ് ചെയ്യപ്പെടുകയാണ് LED ബൾബ് ചെയ്യുന്നത്. ഒന്നിലധികം LEDൻ്റെ എമിറ്ററുകൾ ചേർത്തുണ്ടാക്കുന്ന ഹൈ പവറുള്ള LEDs ഉണ്ട്. ഇതിനെ ചിപ്പ് ഓൺ ബോർഡ് LEDകൾ എന്ന് പറയും. ഇതിൻ്റെ സർഫേസ് ഏരിയ കൂടുതലായിരിക്കും. അതുകൊണ്ട് പലതരത്തിൽ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു പോരായ്മയാണ്. വലിയ റിഫ്ലക്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ടാവും. LED ബൾബുകൾ വളരെ കറണ്ട് സെൻസിറ്റീവ്. പക്ഷേ LED ബൾബുകൾ ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് നമ്മൾ കറക്റ്റ് വോൾട്ടേജിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിലും കറണ്ട് അധികമുണ്ട്. 3.7 വോൾട്ടിനാണ് സാധാരണ LEDകൾ ഉണ്ടാവും. നമ്മൾ 3.7 വോൾട്ട് എടുത്താലും അധികം കറണ്ട് വലിക്കും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു റെസിസ്റ്റർ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഒരു വോൾട്ടേജ് റെഗുലേറ്ററോ അല്ലെങ്കിൽ ബൂസ്റ്റ് കൺവേർട്ടറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് കറണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. LEDക്ക് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്കാക്കാന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ഷോർട്ട് ചാനൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. LED ബൾബുകൾ ഒന്നും വൈറ്റ് കളർ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ പേര് ഒരു ഫോസ്ഫർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൻ്റെ കോട്ടിങ്. ആ കോട്ടിങ്ങിലൂടെ ഏത് ലൈറ്റ് കടന്നു പോകുമ്പോൾ അത് വൈറ്റായിട്ട് മാറും. ഈ ഫോസ്ഫറിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ലൈറ്റിൻ്റെ ക്വാളിറ്റിയും കൂടും. ഈ ഫോസ്ഫറിൻ്റെ കോട്ടിങ്ങിൻ്റെ ക്വാളിറ്റിയെ CRI എന്ന് പറയും. 90 to 95% ആണ് LED ബൾബുകൾക്ക് നല്ലത്. 95 ആണ് ഏറ്റവും വലിയ CRI റേറ്റിംഗ്. അല്ലെങ്കിൽ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കളറല്ല, ഒന്നിലധികം കളറുകൾ ചേർന്നാണ് വൈറ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു RGB, അതായത് റെഡ്, ഗ്രീന്, ബ്ലൂ എന്നീ ലൈറ്റുകൾ വെച്ചിട്ട് നമുക്ക് LED ബൾബ് ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ എഫിഷ്യൻസിയൊക്കെ കുഴപ്പമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫോസ്ഫറുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ LED ബൾബുകളെ കുറിച്ച് നമുക്കാർക്കും അറിയാം. നമ്മളൊക്കെ ഒരു LED ബൾബ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്ട്രിപ്പ് വെക്കാൻ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലെ കെൽവിൻ അഥവാ ഇത്ര കെൽവിൻ ഉണ്ടാവും, 5600 കെൽവിൻ ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ LED ബൾബിൻ്റെ കളർ ടെമ്പറേച്ചറാണ്. LED ബൾബിൻ്റെ കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വാം വൈറ്റ് തൊട്ട് കൂൾ വൈറ്റ് വരെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 56,000 ആണ് ഏകദേശം വീട്ടിലൊക്കെ ലൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന LED ഉള്ളത്. 25,000 ആണ് ഇൻകാൻഡസെൻ്റ് ബൾബിനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ബൾബ് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫിലമെൻ്റ് ഉണ്ടാകുന്ന ചൂടാണ് ഇൻകാൻഡസെൻ്റ് ബൾബിന് 25,000 കെൽവിൻ. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ഷോർട്ട് ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ഇനി കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ആക്കി വെക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും.